അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണല്ലോ നിങ്ങൾ ഈ കട നടത്തുന്നത് അല്ലേ? അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും. കുടുംബവേദി എന്ന് പറയുന്നത് ഇവിടെ ഒരു കുടുംബവേദിയുണ്ട്. അത് അവര് തന്നാണ് ദിനേശൻ ചേട്ടൻ, ലീല ജുവലറിയിലെ പുള്ളിയും രാധാകൃഷ്ണനും കൂടെയാണ്, ദിനേശൻ ചേട്ടനും രണ്ടും കൂടെയാണ് ഇത് റെഡിയാക്കിയത്. പിന്നെ തട്ടാരുപറമ്പ് ശ്രീ ഹരിയങ്കള് പുള്ളിയും കൂടെ, പുള്ളിയുടെയാണ് ഇത് നിർമ്മിച്ചത്. മോൻ എന്താ വരയ്ക്കുന്ന പറഞ്ഞ ചിത്രം വരയ്ക്കുന്ന എന്താ പറഞ്ഞു? ഒന്ന് കാണിച്ച മൊബൈലിൽ കാണിച്ച അത് പറഞ്ഞോണ്ട് തന്നെ കാണിക്കും. എല്ലാ ടൈപ്പും വരയ്ക്കും. പെൻസിൽ പെൻസിൽ സ്കെച്ചാണോ? അബ്ദുൽ കലാം അല്ലേ? ഇല്ല, അത് അദ്ദേഹത്തിന്റെ വരച്ചിട്ടില്ല, വരയ്ക്കാനായിട്ട് ഫോട്ടോ സരസ്വതി അമ്പലത്തിൽ വെച്ച്, അമ്പലത്തില് കഴിഞ്ഞാല് മുമ്പത്തെ കൊല്ലത്തേക്ക് പൂജ വെപ്പിനായിട്ട് അവിടെ വലിയ ചിത്രമായിരുന്നു. പേരെന്തോ? ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ ഏത് ക്ലാസ് വരെ പഠിച്ചു? ഞാൻ +2 വരെ. അവന് വയ്യാതെ 2017 അവന് വയ്യാതെ വന്നു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് സുധാർ സാറ്, PC സാറ്, മുരളി കോൺഗ്രസിന്റെ മുരളി. ഞാൻ ഇപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ ബിജു, അമ്മയൊന്ന് പിടിക്കുമോ? എന്റെ ചേച്ചിയൊന്ന് പിടിക്കും. പിന്നെ ഈ ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം ഒരു ജി സുധാകരന് പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ട് മത്സരിക്കുകയാണ്, ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കണം എന്നാഗ്രഹമുണ്ട്. ജയിക്കാൻ ഉണ്ടാന്ന് ഞാൻ പറയത്തില്ല, ജയിക്കാൻ ആഗ്രഹമുണ്ട്. പുള്ളി മോൻ കിടക്കുമ്പോ എല്ലാ കാര്യങ്ങളും ഒക്കെ പുള്ളി സഹകരിക്കും. MLA എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും വന്ന് ആ ഹോസ്പിറ്റലിൽ വന്ന് കാണുകയോ എടുക്കുകയോ ഒക്കെ ചെയ്ത് PA വന്ന് പുള്ളിയുടെ വീട്ടിൽ അന്വേഷിക്കുകയും ഇപ്പോഴും തിരക്കുന്നുണ്ട്. പക്ഷെ സലാം എന്ന് പറഞ്ഞാൽ ആള് പാവമാണ്. പക്ഷെ പുള്ളിയെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സഹായം ചെയ്യാൻ പറയും. ഇപ്പോഴും അവൻ ചികിത്സയിൽ തന്നെയാണ്. അതായത് രാജഗിരിയില് ഫിലിപ്പാസ് സാറിന്റെ ചികിത്സയിലാണ് അവൻ ഇപ്പോഴും നടക്കുന്നത്. പുള്ളിയുടെ പുറകെ ഓടും. എത്ര ദിവസം എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, പിന്നെ ഇന്ന പോലെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ പുള്ളി മൈൻഡ് പോലും ചെയ്യത്തില്ല, തിരിഞ്ഞു പോലും നോക്കാറില്ല. പക്ഷെ സുധാകര സാർ അതല്ല, അത് നമുക്ക് എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും എന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അത് ഉറപ്പുള്ളത്. പക്ഷെ ആള് പാവമായിരിക്കും. സലാം എന്ന് പറഞ്ഞ പുള്ളി, അദ്ദേഹത്തെ നമുക്ക് ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷെ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു മന്ത്രിയാണ് നമുക്ക് ആവശ്യം. അതാണ് നമ്മുടെ കേരളത്തിന് വേണ്ടത്. ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പം ജി സുധാകരൻ മന്ത്രിയാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മള് അത് വരണം എന്നാഗ്രഹിക്കുന്നുണ്ട്. പുള്ളി വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷേ പിണറായി നമുക്ക് വിരോധങ്ങളൊന്നുമില്ല. അദ്ദേഹം നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മള് അങ്ങനെ മറ്റുള്ളവരെ ഒന്നും നമ്മൾ വേറെ വ്യത്യാസമൊന്നും കാണിക്കത്തില്ല. കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുള്ളിയെ ഞങ്ങൾ വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. ഗവർണർ ഓഫീസ് വേറെ ആരെയും അങ്ങനെ കയറ്റത്തില്ലായിരുന്നു. അദ്ദേഹം കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു 10,000 രൂപ കയ്യിൽ നിന്ന് തന്നു, വണ്ടിക്കൂലി തന്നു, ഒരു ഭക്ഷണം കൊടുത്താൽ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് വരുന്ന സമയത്താണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ല, തിരിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് പോലീസ് പ്രൊട്ടക്ഷനോടെ കൂടി ഞങ്ങളെ അങ്ങോട്ട് അയച്ചു കൊണ്ടുപോയി. ഒരു കാര്യങ്ങൾ ചെല്ലാൻ പറഞ്ഞു, ഇന്ന ദിവസം ചെല്ലും. ഞങ്ങൾ ഓർക്കാപ്പുറത്ത് കയറി പോയി. അമ്പലപ്പുഴയാണ്, ഭഗവാന്റെ മണ്ണാണ്, ഭഗവാനോട് ആഗ്രഹം. പിന്നെ നമ്മള് സുധാകര സാർ ജയിക്കും എന്നുള്ളൊരു എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അദ്ദേഹം ജയിച്ചു വരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന.